ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കൊച്ചി മെട്രോ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ജോയിൻറ്റ് ജനറൽ മാനേജർ ഡിസൈൻ, അഡീഷണൽ ചീഫ് എഞ്ചിനീയർ ഡിസൈൻ, Assistant Manager Design, Assistant Manager Architecture, Additional General Manager Marketing and Commercial, ചീഫ് മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ തുടങ്ങിയ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷ ക്ഷണിക്കുന്നു. ഈ തസ്തികകളിലെ ഒന്നിലധികം ഒഴിവുകൾ നികത്താൻ സ്ഥാപനം ശ്രമിക്കുന്നു. അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ്. രജിസ്ട്രേഷനും അപേക്ഷാ വിൻഡോയും 7/5/2025 വരെ തുറന്നിരിക്കും. അതാണ് അവസാന ഡേറ്റ് എന്നത് 7/5/2025. ഓക്കെ, ഒരു ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. സ്ഥാപനത്തിൻ്റെ പേരെന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ്. ആ ഒരു സ്ഥാപനമാണ് ഈ ഒരു ജോബ് ഓഫറിംഗ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു ജോലി വിഭാഗം എന്നത് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് തരം എന്നത് നേരിട്ടുള്ള നിയമനമാണ്. കരാർ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൻ്റെ ആ ഒരു ഡേറ്റ് കഴിയുമ്പോൾ പിന്നെയും പുനർനിയമനം നടക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ വന്നിട്ടുള്ള തസ്തിക എന്നത് ജോയിന്റ് ജനറൽ മാനേജർ ഡിസൈൻ, അഡീഷണൽ ചീഫ് എഞ്ചിനീയർ ഡിസൈൻ, അസിസ്റ്റന്റ് മാനേജർ ഡിസൈൻ, അസിസ്റ്റന്റ് മാനേജർ ആർക്കിടെക്ചർ, അഡീഷണൽ ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ, ചീഫ് മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ എന്ന തസ്തികയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ആകെ ഒഴിവുകൾ എന്നത് ഒന്നിലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള എണ്ണം വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഒന്നിലധികം പോസ്റ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, ഈ ഒരു ജോലി സ്ഥലം വരുന്നത് കൊച്ചിയിലാണ്, കേരളത്തിലെ കൊച്ചിയിലാണ്. ശമ്പളം എന്നത് 50,000 രൂപ മുതൽ 2,60,000 രൂപ വരെ ഈ ഒരു ജോബിൻ്റെ തസ്തിക അനുസരിച്ച് ശമ്പളം ലഭിക്കുന്നതാണ്. അപേക്ഷാ രീതി എന്നത് ഓൺലൈൻ വഴിയാണ്. അപേക്ഷിക്കാവുന്ന അവസാന തീയതി എന്നത് 7/5/2025 ആണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് 1/4/2025 മുതൽ തപാൽ അനുസരിച്ച് പ്രായപരിധി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ജോയിന്റ് ജനറൽ മാനേജർ ഡിസൈൻ, അഡീഷണൽ ചീഫ് എഞ്ചിനീയർ ഡിസൈന് 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 56 to 62 വയസ്സ് വരെ പുനർനിയമനം നടക്കുന്നതാണ്. അസിസ്റ്റന്റ് മാനേജർ ഡിസൈൻ 35 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് മാനേജർ ആർക്കിടെക്ചർ 35 വയസ്സ് വരെയുള്ളവർക്ക്. ഓക്കെ, അഡീഷണൽ ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ, അതേപോലെ തന്നെ ചീഫ് മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്കുള്ള ശമ്പള സ്കെയിൽ എത്രയെന്ന് നോക്കാം. ജോയിന്റ് ജനറൽ മാനേജർ എന്ന തസ്തികയിലേക്ക് 2,40,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. അഡീഷണൽ ചീഫ് എഞ്ചിനീയർ ഡിസൈൻ എന്ന തസ്തികയിലേക്ക് 1,46,000 രൂപ വരെ ശമ്പള സ്കെയിൽ ലഭിക്കുന്നതാണ്. അസിസ്റ്റന്റ് മാനേജർ ഡിസൈൻക്ക് 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെ ശമ്പള സ്കെയിൽ ലഭിക്കുന്നതാണ്. അസിസ്റ്റന്റ് മാനേജർ ആർക്കിടെക്ചർ 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. അഡീഷണൽ ജനറൽ മാനേജർ എന്ന തസ്തികയിലേക്ക് 1,00,000 രൂപ മുതൽ 2,60,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം. ജോയിന്റ് ജനറൽ മാനേജർ ഡിസൈൻ അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് എഞ്ചിനീയർ ഡിസൈൻ എന്ന തസ്തികയിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി.ടെക്, അതേപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബിരുദാനന്ത ബിരുദം അഭിമുഖ്യം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മെട്രോ അല്ലെങ്കിൽ റെയിൽ അല്ലെങ്കിൽ ഹൈവേ പാലങ്ങളിൽ 6 വർഷം ഉൾപ്പെടെ 15 വർഷത്തെ സിവിൽ ഡിസൈൻ പരിചയം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇന്ത്യൻ അല്ലെങ്കിൽ യൂറോപ്യൻ കോഡുകളെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് മാനേജർ ഡിസൈൻ എന്ന തസ്തികയിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി.ടെക്, അതേപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മെട്രോ വലിയ പാലങ്ങളിൽ 3 വർഷം ഉൾപ്പെടെയുള്ള 5 വർഷത്തെ ഡിസൈൻ പരിചയം, അതേപോലെ തന്നെ ഇന്ത്യൻ യൂറോപ്പ് കോഡുകളെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് മാനേജർ ആർക്കിടെക്ചർ എന്ന പോസ്റ്റിലേക്ക് ബി.ആർക്ക് ബിരുദം, മെട്രോ വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളിൽ 5 വർഷത്തെ ആർക്കിടെക്ചർ പരിചയമുണ്ടായിരിക്കണം. അതേപോലെ തന്നെ സോഫ്റ്റ്വെയറുകളിൽ അറിവുണ്ടായിരിക്കണം. അഡീഷണൽ ജനറൽ മാനേജർ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ചീഫ് മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ എന്ന തസ്തികയിലേക്ക് മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനോട് കൂടിയുള്ള 2 വർഷത്തെ MBA പ്ലാനിംഗ്, ബിസിനസ് ഡെവലപ്മെന്റ്, പ്രോപ്പർട്ടി മാനേജ്മെന്റ് എന്നിവയിൽ 15 വർഷത്തെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു ജോബിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല.
പിന്നെ അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നത് ഒന്നെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷ, അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ ഉണ്ടായിരിക്കും. ഈ എക്സാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്ഥാനാർത്ഥികൾക്ക് ഇമെയിൽ വഴി അറിയിക്കും. പിന്നെ അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ഒബ്ജക്ഷൻസ് ഇല്ല, സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പിന്നെ പ്രായം, യോഗ്യത, പരിചയം എന്നിവ 1/4/2025 അടിസ്ഥാനമാക്കി പരിഗണിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. കൊച്ചി മെട്രോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക് പോകാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അതിൽ കൊടുത്തിട്ടുള്ള കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷാ ഫോം ഫിൽ ചെയ്യുക. അതിൽ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പിന്നെ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ അപേക്ഷിച്ചതിന് ശേഷമുള്ള പ്രിൻ്റ് ഔട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഫ്യൂച്ചർ ആയിട്ടുള്ള റെഫറൻസസിന് വേണ്ടി അത് ഉപകാരപ്പെടുന്നതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും നിങ്ങളുടെ ചുറ്റിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറയുക. താങ്ക്